ലോകമെമ്പാടും വിഷാദവും ഉത്കണ്ഠയും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ആത്മബലം നൽകാൻ പതിവായ ആത്മീയ ഇടപെടലുകൾക്ക് സാധിക്കുമെന്ന് പുതിയ പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദേവാലയത്തിലെത്തുന്നവർക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളെ ക്രിയാത്മകമായി നേരിടാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും കഴിയുന്നതായി വിവിധ ശാസ്ത്ര പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നു. വീറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട മതവും മാനസികാരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്ന റിപ്പോർട്ടിലാണ് സുപ്രധാന വിവരമുള്ളത്. പതിവായി ദേവാലയത്തിൽ പോകുന്നവരിൽ ആത്മഹത്യാ പ്രവണത കുറവാണെന്നും ലഹരി ഉപയോഗത്തിൽ നിന്നും മോചനം നേടാൻ ഇവർക്ക് വേഗത്തിൽ സാധിക്കുന്നുണ്ടെന്നും പഠനം പറയുന്നു. ആത്മീയതയും മാനസികാരോഗ്യവും തമ്മിലുള്ള പോസിറ്റീവ് ബന്ധത്തെക്കുറിച്ച് 961 പഠനങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. വെറും 101 പഠനങ്ങൾ മാത്രമാണ് ഇതിന് വിപരീതമായി വന്നിട്ടുള്ളത്. ആത്മീയ കൂട്ടായ്മകളിൽ സജീവമായവർക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രത്യാശയും അർത്ഥവും കണ്ടെത്താൻ കഴിയുന്നതായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 100 കോടിയിലധികം ആളുകൾ ഇന്ന് വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട്. അമേരിക്കയിൽ മാത്രം 5-ൽ-1 എന്ന തോതിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്നു. ഏറ്റവും സഹായകരമായ ഈ ആത്മീയ കൂട്ടായ്മകളിൽ നിന്നും ആളുകൾ അകന്നു പോകുന്നതാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നത്. 2024 പ്യൂ റിസർച്ച് കണക്കുകൾ പ്രകാരം അമേരിക്കയിലെ 63% ആളുകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദേവാലയത്തിൽ പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ കുറവിനു ശേഷം വന്ന ചെറിയ മാറ്റമാണ്. മനുഷ്യൻ നേരിടുന്ന ഒറ്റപ്പെടലും നിരാശയും ഇല്ലാതാക്കാൻ ഒരു വിശ്വാസമുള്ള ആളുകളുടെ കൂട്ടായ്മ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തകർച്ചകളെ തളരാതെ നേരിടാൻ ആത്മീയ ബോധം വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. സങ്കടങ്ങളും കുറ്റബോധവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ബലിയിലും അർപ്പിച്ച് മുന്നേറുന്നത് മാനസികമായ വലിയൊരു ആശ്വാസമായിട്ടാണ് വിശ്വാസികൾ അനുഭവിക്കുന്നത്. ചുരുക്കത്തിൽ മരുന്നുകൾക്കും കൗൺസിലിങ്ങിനും ഒപ്പം തന്നെ മനുഷ്യൻ്റെ ഉൾക്കരുത്ത് വർദ്ധിപ്പിക്കാൻ ആത്മീയമായ കൂടിച്ചേരലുകൾക്ക് സാധിക്കുമെന്നാണ് ആധുനിക ശാസ്ത്ര പഠനങ്ങൾ അടിവരയിടുന്നത്.